നമസ്കാരം, ഞാൻ Adv.Deepthi പ്രസന്നൻ. നമുക്ക് സാധാരണയായി നമ്മുടെ കുട്ടികൾ പരീക്ഷാവേളയിൽ ഏറ്റവും കൂടുതൽ മാനസികമായി ഉത്കണ്ഠപ്പെടുന്നത് പരീക്ഷാ ഭയത്തെപ്പറ്റി തന്നെയാണ്. ഭയം എന്നത് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടുന്ന ഒരു വികാരം തന്നെയാണ്. കാരണം മനുഷ്യന്റെ സർഗാത്മകതയെ മുഴുവനായും മരവിപ്പിച്ച് കളയുന്ന ഒരു വികാരമാണ് ഭയം എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു വിജനമായ ഗ്രാമപ്രദേശത്തിലൂടെ ഒരാൾ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ അയാൾ ഒരു രംഗം കണ്ടു. ഒരു കുറ്റിച്ചിടിക്ക് മുകളിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു പക്ഷി. ആ പക്ഷിയെ കൊത്തുവാനായി ആഞ്ഞാഞ്ഞു വരുന്ന പണമുയർത്തി നിൽക്കുന്ന ഒരു വലിയ മൂർഖം പാമ്പ്. ഈ രംഗം കണ്ട സൈക്കിൾ യാത്രക്കാരൻ സൈക്കിൾ നിർത്തിക്കൊണ്ട് ആ രംഗം സാഭൂതം വീക്ഷിച്ചു. അയാൾ കണ്ടത് ചെറിയ കുറ്റിച്ചെടിക്ക് മുകളിൽ ഭയന്ന് വിറച്ച് ജീവച്ഛവമായി നിർജീവമായി ഇരിക്കുന്ന ഈ പക്ഷി. സർപ്പമാണെങ്കിൽ ആഞ്ഞു കൊത്തുവാൻ ഭാവിക്കുന്നു. ഇത് കണ്ടപ്പോൾ സൈക്കിൾ യാത്രക്കാരൻ ഷൂ ഷൂ എന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കി. മനുഷ്യസ്വരം കേട്ടപ്പോൾ ഈ പാമ്പ് അതിവേഗതയിൽ ഇഴഞ്ഞു നീങ്ങി. കുഞ്ഞിക്കിളിയാണെങ്കിൽ ഞൊടിയിടയ്ക്കുള്ളിൽ ആകാശത്തേക്ക് പറന്നു പൊങ്ങുകയും ചെയ്തു. അപ്പോൾ സൈക്കിൾ യാത്രക്കാരൻ സ്വയമേവ ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിക്കിളിക്ക് പറന്നു പോകുവാനാകാത്തത്? കുഞ്ഞിക്കിളിക്ക് വ്യക്തമായി അറിയാം ഈ സർപ്പം തന്നെ തീർച്ചയായും കൊത്തുമെന്ന്. ഇനി സർപ്പം എത്ര ഉയരത്തിൽ ചാടി നോക്കിയാലും അതിനേക്കാൾ ഉയരത്തിൽ, അതിനേക്കാൾ വേഗതയിൽ ആകാശത്തിലേക്ക് ഒരു മിന്നൽ പോലെ പറന്നുയരാൻ കഴിവുള്ള കുഞ്ഞിക്കിളി. പക്ഷെ എന്നിട്ടും ഈ സർപ്പം തന്നെ ആക്രമിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിക്കിളിക്ക് ഉയർന്നു പറക്കുവാൻ കഴിയാതിരുന്നത് എന്ന് ഉത്തരം ഒന്നു മാത്രമേയുള്ളൂ: കുഞ്ഞിക്കിളി വല്ലാതെ ഭയന്നു പോയിരുന്നു എന്ന്. ഇത് തന്നെയാണ് സാധാരണയായി നമ്മുടെ എല്ലാ കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് ഉണ്ടാകുന്ന മാനസികാവസ്ഥയും. എല്ലാ ഉത്തരങ്ങളും അറിയാമായിരിക്കും, എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് മനസ്സിലായിട്ടുമുണ്ടാകാം. പക്ഷേ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ശൂന്യമായ ഒരു പേപ്പർ പോലെയായി തീരുന്നു മനസ്സ്. ഉത്തരക്കടലാസ് കിട്ടിക്കഴിഞ്ഞാൽ മാനം നോക്കിയിരുന്നതിന് ശേഷം അതിൽ കുറെ പടങ്ങളെല്ലാം വരച്ചു വെച്ച് സമയം കഴിയുമ്പോൾ ഇറങ്ങി പോരേണ്ടി വരുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാ ഉത്തരങ്ങളും വ്യക്തമായി അറിയാം. പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എല്ലാ ഉത്തരങ്ങളും നല്ല പോലെ ഓർമ്മയുണ്ട് താനും. പക്ഷേ പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് മാത്രം ആ മനസ്സിൽ ഉത്തരങ്ങളെല്ലാം മാഞ്ഞ് ഒരു ഓർമ്മക്കുറവ് സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനഃശാസ്ത്ര പദ്ധതി അനുസരിച്ച് ഒന്ന് വിശകലനം ചെയ്തു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഉപബോധ മനസ്സിന്റെ ഒരു വലിയ നിയമമാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം പരീക്ഷാ ഭീതിയുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ പരീക്ഷയെ പറ്റിയുള്ള ഭീതി നിമിത്തം പരീക്ഷാ പരാജയമായിരിക്കും ഏറ്റവും കൂടുതൽ തവണ ആ കുഞ്ഞ് ആലോചിക്കുക. അതുകൊണ്ട് തന്നെ നിശ്ചയമായും നിരന്തരമായും കൃത്യമായ ഇടവേളകളിലും അവൻ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത് ഭീതി കലർന്ന ഒരു പരാജയബോധം തന്നെയാണ്. ഈ പരാജയബോധത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്ന, പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ഉപബോധ മനസ്സാകട്ടെ ഈ കുട്ടി കൊടുക്കുന്ന ആശയത്തെ, ഭീതിജനകമായ പരാജയബോധത്തെ അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കുഞ്ഞ് സ്വന്തം ഉപബോധ മനസ്സിനോട് എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് പരാജയപ്പെടുത്തി തരണം എന്ന് അപേക്ഷിക്കും പോലെയാണ് പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം. പരാജയപ്പെടുത്തുവാനുള്ള ഒരു മാർഗം തേടുന്ന ഉപബോധ മനസ്സ് ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്കെങ്കിലും ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് വ്യക്തമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ എഴുതുവാൻ കഴിയാതെ ആ കുഞ്ഞ് വിഷമിക്കുന്നു. ഈ പരാജയ ഭീതിയിൽ നിന്ന് ഈ കുഞ്ഞിനെ മാറ്റണമെങ്കിൽ അതിന് ഒരു മാർഗമുണ്ട്. ഓരോരുത്തരുടെയും ഓരോ കുട്ടിയുടെയും ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഓർമ്മയുടെ ഒരു വലിയ ഖജനാവാണ്. സ്റ്റോർ ഹൗസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ വിഷയങ്ങളെ പറ്റിയും അത് കേൾക്കുന്ന അന്നു മുതലുള്ള എല്ലാ ആശയങ്ങളും, ഓരോ അക്ഷരവും ഓരോ വാചകവും ഈ സ്റ്റോർ ഹൗസിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓർമ്മകളുടെ ഖജനാവാകുന്ന ഈ കുഞ്ഞിന്റെ മനസ്സിൽ എല്ലാ വിഷയത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ചെയ്യേണ്ടുന്ന കാര്യം ഉപബോധ മനസ്സിലേക്ക്
ആശയങ്ങളെ അനുഭൂതികളാക്കി കടത്തിവിട്ടുകൊണ്ട് വിജയത്തിന്റെ പാത നമുക്ക് തിരഞ്ഞെടുക്കലാണ്. അതിനു വേണ്ടുന്നത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന വേളകളിലും ഉണർന്നെഴുന്നേൽക്കുന്ന വേളകളിലും വിജയത്തെ പറ്റി കൃത്യമായുള്ള ദിവാസ്വപ്നം കാണുക. ഈ ദിവാസ്വപ്നത്തെ എല്ലാവിധ അനുഭൂതികളോടും കൂടി വിജയിയാണ് എന്ന് തന്നെ കരുതിക്കൊണ്ട് ആ വ്യക്തമായ അനുഭൂതികളിലൂടെ ഉപബോധ മനസ്സിലേക്ക് കയറ്റിവിടുക. വർണ്ണാഭമാക്കുവാൻ വേണ്ടി നമുക്ക് ഭാവനാപരമായ കുറച്ച് മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് സ്കൂളിന്റെ അസംബ്ലിയിൽ വെച്ച് ആ കുഞ്ഞിന് ഒരു ട്രോഫി കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ റാങ്കിന്റെ പടം വരുന്നതായിട്ടോ എല്ലാം കൃത്യമായ ഇടവേളകളിൽ കൃത്യമായും സമ്പുഷ്ടമായും സമ്പൂർണമായും ദിവാസ്വപ്നം കാണുക. ഇത്തരത്തിൽ കൊടുക്കുന്ന ദിവാസ്വപ്നങ്ങൾ പൂർണ്ണമായ അനുഭൂതികളിലൂടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന ദിവാസ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കുന്ന ജോലി സർവബുദ്ധിയും സർവശക്തിയുമുള്ള ഉപബോധ മനസ്സ് പിന്നെ ഏറ്റെടുക്കുകയാണ്. പിന്നെ നമ്മെ വിജയിപ്പിക്കേണ്ടുന്ന കർത്തവ്യം ഉപബോധ മനസ്സിന് തന്നെയുള്ളതാണ്. തീർച്ചയായിട്ടും അത്ഭുതകരമായ കഴിവുകളുള്ള ദൈവീകത നിറഞ്ഞ ഉപബോധ മനസ്സാകട്ടെ പിന്നീട് അങ്ങോട്ടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ കുഞ്ഞിനെ വിജയത്തിന്റെ പാതകളിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് തേടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മനഃശാസ്ത്ര പദ്ധതികളെ അടിയുറച്ചു നിന്നുകൊണ്ട് ഇതിനു വേണ്ടുന്ന രീതിയിലുള്ള വിജയത്തിന്റെ കർമ്മ പദ്ധതികൾ ഉണ്ടാക്കി ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ആ അനുഭൂതികളെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിട്ടാൽ യാതൊരു സംശയവുമില്ല, വിജയത്തിന്റെ അത്ഭുതം നമ്മെ തേടി വരിക തന്നെ ചെയ്യും. നമസ്കാരം.